CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ CPM കോട്ടയായ സ്വന്തം വാർഡും ഇപ്പോഴത്തെ സ്വന്തം പഞ്ചായത്തായ മുണ്ടേരി പഞ്ചായത്തും UDF അങ്ങ് തൂക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട KC റസീനയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന തിരക്കിലാണ് UDF നാടും നാട്ടുകാരും ഇപ്പോൾ. 4 പതിറ്റാണ്ടിന് ശേഷം CPM കോട്ടയായ മുണ്ടേരി പഞ്ചായത്ത് ഇനി UDF ഭരിക്കും. നറുക്കെടുപ്പിലൂടെയായിരുന്നു വിജയം. പക്ഷേ തീരുമാനം യഥാർത്ഥ തീരുമാനമായിരുന്നു. 40 വർഷത്തിന് ശേഷമാണ് പഞ്ചായത്തിൽ UDF ഭരണം നേടുന്നത്. നറുക്കെടുപ്പിലൂടെ UDFിൻ്റെ CK റസീന തന്നെ പ്രസിഡന്റായത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. ഒപ്പത്തിനൊപ്പം എത്തിയ പഞ്ചായത്തിൽ വോട്ടെടുപ്പിലൂടെയാണ് UDF വിജയം നേടിയത്. വോട്ടെടുപ്പിൽ UDF 11 വോട്ടുകളും LDF 10 വോട്ടുകളും നേടി. LDFിൻ്റെ 1 വോട്ട് ശ്രദ്ധിക്കണം അസാധുവായി. അവിടെയാണ് CPMന് നല്ലൊരു പണി കിട്ടിയത്. KK രാഗേഷിനുള്ള കടുത്ത വിയോജിപ്പ് മുണ്ടേരിയിലെ CPMൽ ശക്തമാണ്. പാർട്ടി ഉപയോഗിച്ച് തൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി കോടികൾ അഴിമതി നടത്തുകയും സ്വന്തം സഹോദര ഭാര്യയെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാനുള്ള രാഗേഷിൻ്റെ തീരുമാനത്തിനെതിരെയുമൊക്കെയാണ് സ്വന്തം പഞ്ചായത്തിലെ മെമ്പറായ സഖാവ് ആ വോട്ട് അസാധുവാക്കി രാഗേഷിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇനി UDF മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ മുദ്രയുടെ പേരിൽ നടത്തിയ ഇടതുകാർ നടത്തിയ അഴിമതിയുടെ കണക്ക് രാഗേഷിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അതേസമയം മുപ്പൈനാട് പഞ്ചായത്തിലും LDF അവസാന നിമിഷത്തിൽ വൻ തിരിച്ചടി നേരിട്ടു. LDF പിടിച്ചെടുത്ത പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് സ്ഥാനം UDFിന് ലഭിച്ചു. UDFിൽ നിന്നും 25 വർഷത്തിന് ശേഷം LDF പിടിച്ചെടുത്ത പഞ്ചായത്താണ് മുപ്പൈനാട്. LDFിന് 9, UDFിന് 8 അംഗങ്ങളുമായിരുന്നു ലഭിച്ചത്. 1 വോട്ട് അസാധുവായതിലൂടെ നറുക്കെടുപ്പ് നടത്തുകയായിരുന്നു. UDFിലെ സുധ ഇനി ഇവിടെ പ്രസിഡന്റായി ഭരിക്കും.